പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം മേഖലയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. ഇരു രാജ്യങ്ങളും വെല്ലുവിളി ഉയർത്തി മുന്നോട്ടു പോവുകയാണ്. അതിനിടയിൽ വലിയ ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ചാവേർ സംഘങ്ങളെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് അഫ്ഗാന്റെ ബക്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലും സർക്കാർ കേന്ദ്രങ്ങളിലും വ്യോമാക്രമണം നടത്തിയതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അതിർത്തിയിലെ താലിബാൻ പോസ്റ്റുകളിലും ആയുധ സംഭരണശാലകളിലും ആക്രമണം നടത്തിയതായും പാകിസ്ഥാൻ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് പാകിസ്ഥാനിലെ പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ചാവേറുകളെ ഒരുക്കിയതായി വാർത്ത വരുന്നത്. സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ജാക്കറ്റുകളും ബോംബുകൾ നിറച്ച വാഹനങ്ങളും സജ്ജമാക്കി ചാവേറുകൾ ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുകയാണെന്നാണ് ബക്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ അഫ്ഗാനിസ്ഥാനുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യമിട്ട് പാക് സേന ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെ അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇതിനു മറുപടിയായി അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ ആക്രമണം നടത്തി. പിന്നാലെ അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ യുദ്ധപ്രഖ്യാപനം നടത്തുകയായിരുന്നു. ക്ഷമ നശിച്ചെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം. തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണെന്നും പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു. പാക് പ്രതിരോധ മന്ത്രി ഖാജ ആസിഫാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയത്. എക്സ് പോസ്റ്റിലൂടെയായിരുന്നു യുദ്ധപ്രഖ്യാപനം. താലിബാൻ പ്രവർത്തിക്കേണ്ടത് അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്, ഖാജ ആസിഫ് വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയാണ് അഫ്ഗാൻ അതിർത്തിയിൽ പാക് സൈന്യം വ്യോമാക്രമണം നടത്തിയത്. ഇതിനു മറുപടിയായി വ്യാഴാഴ്ച രാത്രി അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തി. 12-ലധികം പാക് ചെക്ക് പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി അഫ്ഗാൻ അവകാശപ്പെട്ടു. 8 സൈനികർ കൊല്ലപ്പെട്ടെന്നും അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യാഴാഴ്ച രാത്രി കനത്ത ഏറ്റുമുട്ടൽ തുടങ്ങിയതായി അഫ്ഗാൻ സൈന്യം അറിയിച്ചു. നങ്കർഖാർ, പക്ടിക പ്രവിശ്യകളിൽ പാക് സൈന്യം നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഏറ്റുമുട്ടലെന്ന് അഫ്ഗാൻ സൈന്യം പറഞ്ഞതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇക്കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഫെബ്രുവരി 22-ന് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 70ഓളം